സാരംഗീരവം 2024 ഈ അടുത്ത ദിവസം അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. വളരെയധികം വേറിട്ടൊരു പ്രോഗ്രാമായിരുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് സിനിമ സീരിയൽ നടനായ ഗോപകുമാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറായ സുനിൽകുമാർ, അതുപോലെ തന്നെ ഹണി, അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാമായ രജീഷ്, പിന്നെ രജീഷുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചു. നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. രണ്ട് വരിയിൽ സുനിൽ സാറിനെ സ്വാഗതം ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾ ചിന്തിക്കും. എന്റെ രണ്ട് വരികളെക്കാളും അപ്പുറമാണ് സാറിന്റെ മഹത്വം എന്നുള്ളത് കൊണ്ട് രണ്ട് വരിയിൽ ഞാൻ ഒതുക്കുന്നതല്ല. ആ രണ്ട് വരിയിൽ നമ്മുടെ സ്നേഹവും ബഹുമാനവും അറിയിക്കുകയാണ്. ചടങ്ങിന്റെ ഉദ്ഘാടകൻ സത്യത്തിൽ എം.ആർ. ഗോപകുമാർ സാറിന് നമ്മുടെ ഈ ചടങ്ങിൽ വേണമെങ്കിൽ വരാൻ കഴിയില്ല എന്ന് പറയാം. പക്ഷേ ഞാനും പരച്ചമണി ഷാജാൻ സാറും രജീന്ദ്രനൊക്കെ സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എത്തും എന്ന് പറഞ്ഞ വലിയ മനസ്സുണ്ട്. മഹത്വം ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഈ സ്റ്റേജിലോ വേദിയിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരാളുണ്ട്, ഈ സാർ, ഈ രാജീവ് സാർ ബഹുമാനമാണ്. കാര്യം മലയാള ഭാഷാ വിദഗ്ധൻ, സാങ്കേതിക വിദഗ്ധൻ വേലായുധ നായർ സാർ ഡാൻസ് ചെയ്ത കുട്ടിയുടെ ഞാനിതിനകത്ത് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ചോദിച്ചു, കാലിന്റെ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും നോട്ടീസിൽ കാണുമ്പോൾ പ്രവീൺ CI സർവർ പോലീസ് ഇടുക്കി ജില്ലയിലാണ് ജോലി ചെയ്യുന്നത്. സാരംഗീരവം 2020 ബഹുമാനപ്പെട്ട ഗോപകുമാർ സാറ്, ഇതര തങ്കസ്, ഡോക്ടർ R.R. രാജീവ്, അഡ്വക്കേറ്റ് അരുൺകുമാർ, A.S. ഹാഫിസ്, വേലായുധ നായർ സാർ, A. വിനയചന്ദ്രൻ, പരച്ചമണി ഷാജഹാൻ, ജയരാജൻ, B. രജീന്ദ്രൻ, സ്വാഗത പ്രസംഗം നടത്തിയ റഹീം പനവൂർ, നല്ല മനോഹരമായി ഒരു പ്രാർത്ഥനാഗീതം നടത്തിയ ഹരിനന്ദ. ഞാൻ വരുന്ന സമയത്ത് നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണുകയായിരുന്നു. നിങ്ങളുടെ പേര് എനിക്കറിയില്ല. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ സമ്പുഷ്ടമായ വേദിയിൽ സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ ഇവിടെ ഒരു പോലീസ് മയമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ഏറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. വേലായുധൻ സാർ ഉൾപ്പെടെ, ഹണി, അതേപോലെ നമ്മുടെ അങ്ങനെ ഒരുപാട് ആൾക്കാർ പോലീസിൻ്റെ ഒരു സംഗമമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഉച്ച കഴിഞ്ഞ ഈ നേരത്ത് ഇത്രയും ആൾക്കാർ ഇവിടെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, ഒരാൾ എഴുതി ഒരാൾ സംഗീതം ചെയ്ത ഒരു ആൽബം, അതിൻ്റെ പോസ്റ്റർ നിർവഹണം അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റർ പ്രകാശിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഇത്രയും ആൾക്കാർ എത്തി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ വേദിയിലെ ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ വിശദമായ ഒരു അധ്യക്ഷ പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ആരുടെയും ആവശ്യമെന്ന് എനിക്കറിയാം. ഈ ചടങ്ങ് ധന്യമാക്കാനെ കൊണ്ട് നമ്മുടെ പ്രതിഭാധന്മാരായ ആളുകൾ ഇവിടെയുണ്ട്. ഗോപകുമാർ സാറിന് ഒരുപാട് കാലമായിട്ട് മലയാളത്തിലെ നന്മ നിറഞ്ഞ കഥാപാത്രങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച നാടകവേദിയിലൂടെ, സീരിയൽ വേദിയിലൂടെ, ഫിലിം വേദിയിലൂടെ ഒക്കെ നമുക്ക് ചിരപരിചിതനായ ഗോപകുമാർ സാർ ഇവിടെയുണ്ട്. അതേപോലെ നമ്മുടെ കുടുകുടാ ചിരിപ്പിക്കുന്ന എനിക്കറിയാം, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ നമുക്ക് ഓരോരുത്തരും ഒരു വാക്കെടുത്ത് പറയേണ്ട ആളല്ല ശ്രീ തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ. ഒരുപാട് കാലമായിട്ട് നമ്മളുടെ ഇടയിലുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു തമാശകൾ പോലും എത്രത്തോളം കുടുംബ സദസ്സിന് പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഓരോരുത്തരെ എടുത്ത് പറയുകയാണെങ്കിൽ വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശദമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും സർഗാത്മകമായ ഈ ഒരു സൃഷ്ടി,
നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴുള്ള ഒരു സന്തോഷം ഞാൻ വളരെ സ്നേഹത്തോടെ പങ്കുവെക്കുകയാണ്. ഞാൻ ഹണിയായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധങ്ങളുണ്ട്. ഈ ഹണി ഞാനിവിടെ ഏകദേശം എനിക്ക് തോന്നിപ്പോൾ ഒരു 20-25ഓളം പാട്ടുകൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പ്രധാന പരിപാടി തന്നെ പോലീസിലെ പരിപാടി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തൊക്കെ സംഗീതത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു മനുഷ്യനാണ് ഹണി. അദ്ദേഹത്തിൻ്റെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഒരു പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന പാട്ടാണോ അല്ലെങ്കിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം അത്ര സുന്ദരമായി ഹണി എന്ന് പറഞ്ഞ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഏറ്റവും നന്നായി പാട്ട് പാടുന്ന ഒരാളാണ് ഹണി. അദ്ദേഹത്തിൻ്റെ പാട്ട് നമുക്ക് കേൾക്കാം. അതേപോലെ മറ്റ് ഓരോരുത്തരെയായിട്ട് എടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിലേക്ക് ഏറ്റവും നമ്മൾ നന്ദി അറിയിക്കേണ്ടത് രജീന്ദ്രനെയാണ്. ആ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിട്ടാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കലാകാരൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പാട്ട്, ഒരു ആൽബം സോങ് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിൽ ഒരു പാട്ട് ഇറങ്ങി അങ്ങ് പോവാണ്. പക്ഷെ ഇതല്ല, ഈ മനുഷ്യൻ ഓരോ നിമിഷവും അതിനുവേണ്ടി ജീവിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ സമയവും പേപ്പറും പേനയായിട്ട് നടക്കുകയാണ്. ഓരോ സിറ്റുവേഷൻസ് എഴുതി വെച്ചും ഞങ്ങൾ എഴുതി വെച്ച വരികളും ഞങ്ങൾ സംഗീതം ചെയ്ത പാട്ടിനും അപ്പുറത്തേക്ക് ഈ പാട്ട് എത്തുന്നത് എന്ന് പറയുന്നത് രജീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മഹാകലാകാരനോടാണ്. നാളെ നമുക്ക് ഈ നാളെ അറിയപ്പെടുന്ന ഒരു വലിയ കലാകാരനായിട്ട് അദ്ദേഹം മാറും. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ പാട്ടൊക്കെ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഈ പാട്ടിലൂടെ ഇവിടെ നിർത്തുക എന്നുള്ളതല്ല. അദ്ദേഹം ഒരു ചെറിയ ചുവടുവെപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ചെറിയ ഒരു പ്രാക്ടീസ് മാത്രമാണ്. ഇതിലൂടെ ചെറിയ ട്രെയിനിങ്ങിലൂടെ ഒരു വലിയ സിനിമയിലേക്കുള്ള ഒരു ദീർഘമായ യാത്രയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സ്നേഹമുണ്ട് രജീന്ദ്രൻ. ഇത്തരം ഒരു പാട്ടിനെ ഇത്രത്തോളം മനോഹരമാക്കി മാറ്റുന്നതിനുള്ള ഈ ശ്രമങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ വിശദമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല. ഈ ചടങ്ങ് ഒരുപാട് മനോഹരമായ വാക്കുകൾ കൊണ്ട് അർത്ഥസമ്പുഷ്ടമാക്കുന്നതിന് പ്രാപ്തരായ ആളുകൾ ഈ വേദിയിലുണ്ട്. അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക്, ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ശിക്ഷോദ്ഘാടനം നിർവഹിക്കുന്നതിന് ഞാൻ MR ഗോപകുമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. രാജീവ് സാറും രാജൻ സാറും കൂടെ ചേർന്ന് കൊടുത്തി കൊടുക്കണമെന്നാണ്. അധ്യക്ഷൻ ശ്രീ സുനിൽ സാർ, ഇവിടെ ഒരുപാട് പേര് സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഒരുപാട് സൂചിപ്പിക്കുന്ന ശ്രീ വിതുര തങ്കച്ചൻ, ശ്രീ R.R. രാജീവ്, അഡ്വക്കേറ്റ് അരുൺകുമാർ, ശ്രീ A.H. ഹാഫിസ്, ശ്രീ ലലൻ നായർ. ജോൺ എന്ന് പറയുന്ന ജോലിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ 38 വർഷം സർവീസിലുണ്ടായിരുന്നതാണ്, കേന്ദ്ര സർവീസിലുണ്ടായിരുന്നതാണ്. പ്രൊമോഷനൊന്നും വേണ്ടെന്നും പറഞ്ഞിരുന്ന ആളാണ്. അവസാനം നിർബന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യിച്ചു വിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴും അത് തന്നെയാണ്, ഒരു പ്രൊമോഷൻ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പഞ്ചമൂട് ഷാജഹാൻ വിളിച്ചാൽ അത് പോവുക എന്നുള്ളതാണ് നമ്മുടെ കടമ. സെക്കൻഡ് സാർ ബാദുഷയും ഷാജഹാനും ഒക്കെ ഒരുപാട് കാലമായിട്ട് വിളിച്ച് മറ്റേ ഭീമന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ, വിളിച്ചത് ഷാജഹാനെങ്കിൽ പോയിരിക്കും. അതാണ്
വളരെ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാം നമ്മുടെ ഉദ്ഘാടനം ചെയ്തത്. ഹൃദയ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സാരംഗീരം 2024 എന്ന ഈ മ്യൂസിക്കൽ വീഡിയോ ആൽബം ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ, ഈശ്വരന്റെ അനുഗ്രഹത്തോടെ, നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഞാൻ സന്തോഷത്തോടു കൂടി നിർവഹിച്ചുകൊള്ളുന്നു, ഉദ്ഘാടനം നിർവഹിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന് ഒരു നല്ല വിജയം വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൃദയ പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന സാരംഗീവരം 2024 മ്യൂസിക്കൽ ആൽബത്തിൻ്റെ സ്വിച്ച് ഓൺ, അതിൻ്റെ ആൽബത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കും ഈ മഹത്തായ വേദിയിൽ ഈ പരിപാടിയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ പ്രിയ സുഹൃത്ത് രജിയോടും അതുപോലെ തന്നെ ഷാജഹാൻ അദ്ദേഹത്തോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ശ്രീ ശിവകുമാർ സാറ്, അതുപോലെ തന്നെ ബഹുമാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ ചെറുകടവ് സാറ്, ഇനി ഇവിടെ ഉദ്ഘാടനത്തിൽ എത്താം എന്ന് പറഞ്ഞ ആദ്യത്തെ വർമ്മ സാറ് എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ റഹീം സാറുണ്ട്, രാജീവ് സാറ്, അരുൺ സാറ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരു 10-30 വർഷത്തിനൊക്കെ മുമ്പ് കലയെന്ന അഗാധമായ ഒരു കയത്തിലേക്ക് തള്ളിയിട്ടതല്ല, ചാടിയതല്ല, പെട്ടുപോയ ഒരാളാണ് ഞാൻ. ഇതുപോലെ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, കലാകാരന്മാരുണ്ട്. നീന്തി കയറിയവരുണ്ട്, നീന്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, നിലവെള്ളം ചവിട്ടി നിൽക്കുന്നവരുണ്ട്, മുങ്ങിപ്പോയവരുണ്ട്. ഞാനും ഒരു ചെറിയ പിടിവള്ളിക്ക് വേണ്ടി നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ദൈവം തന്നു, ഇതുവരെ എത്തിച്ചു. ഇതുവരെ ഈ സ്റ്റേജൊക്കെ നമുക്ക് അർഹിക്കുന്നതിനും ഒരുപാട് അപ്പുറത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിൽ ആ ഗെയിമിനിടയിൽ ഞാനൊന്ന് വീണ് എൻ്റെ കാലിൻ്റെ ലിഗ്മെൻ്റ് ഒക്കെ ചെറിയൊരു പ്രോബ്ലം വന്ന് അങ്ങനെ ചെറിയ ട്രീറ്റ്മെൻറ്റിലൊക്കെ കിടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ പ്ലാസ്റ്റർ കെട്ടിങ്ങനെ കിടക്കുന്ന ചേട്ടൻ വിളിച്ച സമയത്ത് ഞാനതിന് ഒഴിവൊന്നും പറയുന്നില്ല. ഈ വേദിയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ പറഞ്ഞിട്ട് ഞാൻ വന്നോളാം, ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ഞാൻ എത്തിക്കൊള്ളാം. കാരണം അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഈ സാരംഗീവരം എന്ന ആൽബം എനിക്ക് തന്ന കർത്തവ്യം, ഇതിൻ്റെ പോസ്റ്റ് പ്രകാശനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്. ഈ പരിപാടി ഒരു ഗംഭീര വിജയമായി തീരട്ടെ. പ്രിയപ്പെട്ട ഇനി അടുത്ത് കൂടുകയാണ് പ്രിയപ്പെട്ട ഹണി സാറ് ഡയറക്റ്റ് ചെയ്ത്, സുനിൽ സാർ എഴുതി, തങ്കച്ചൻ വിതിര പാടുന്ന ഒരു പാട്ടിൻ്റെ അങ്ങനല്ലേ, അത് ആ കയ്യിൽ പോരല്ലോ. അത് സാറേ, അതെ കൈയടിച്ച് കഴിഞ്ഞു, ഇനി അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ, അത് നന്നായിരിക്കട്ടെ. അത് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. ഇതിലപ്പുറത്ത് വേറൊരു ഭാഗ്യമില്ല. ഈ വേദി പങ്കെടുത്തത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യത്തെ ഞാൻ കാണുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും എന്തൊക്കെ ഡാൻസും പാട്ടുകളൊക്കെ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ബാക്കിലിരിക്കുന്നവർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുള്ളത് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. करेगा सर ഒരു
പ്രശസ്ത സിനിമ നാടക നടനുമായ ഗോപകുമാർ സാറ്, അതിനേക്കാൾ ഉപരി സ്ഥിരമായി രാത്രികളിൽ ടെൻഷൻ ഉള്ളതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സഹായിക്കുന്ന ശ്രീ വിദ്ര തങ്കച്ചൻ. കാരണം ഈ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് TV കാണാൻ വെക്കുമ്പോൾ സ്റ്റാർ മാജിക്കാണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇവരുടെ വളരെ ബഹുമാനായ നമ്മുടെ സിനിമാ ലോകത്തെ നമ്മളെ വളരെ സ്വാധീനിച്ച ശ്രീ ഗോപകുമാർ സാർ എഴുത്തുകാരനാണ്. അപ്പോൾ ഈ പോലീസിനകത്ത് പാടാൻ കഴിയുന്ന, തേനൂർന്ന സ്ഥലത്തിൽ പാടാൻ കഴിയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ട്. പക്ഷെ ഇത് എഴുതുന്നു എന്നൊക്കെ വളരെ ചുരുക്കം നമ്മുടെ സുഹൃത്തുക്കളൊന്നും അങ്ങനെയുള്ള. അപ്പോൾ ഈ ഒരു പരിപാടിയും ഈ ഹൃദയ പ്രൊഡക്ഷൻസും ഒക്കെ നമ്മളൊരു കുടുംബം പോലെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും അംഗീകരിച്ചും പോകുന്നു. അതിലേക്ക് സഹകരിക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബം എന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങളുടെ ആൽബത്ത്, അത് ഞങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോഴാണ് ഈ രവീന്ദ്ര നാരായണൻ ഞാനത് വല്ലാതെ എനിക്കിപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ യാത്രകളിലെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ശ്രീ ഹനിയുടെ പാട്ടുകൾ. ആ ശബ്ദത്തിന് ഒരു വല്ലാത്ത പ്രത്യേകതയുള്ളൂ. ഞാൻ പലപ്പോഴും എന്നെ സ്ഥിരമായി പ്രതികാരുന്നത്, ഞാൻ പലപ്പോഴും ഈ വിളിക്കുമ്പോൾ ഒരു പാട്ട് പാടി അയച്ചു തന്ന രഞ്ജിതനോടൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഇവരാരും അയച്ചതല്ല. പക്ഷെ ഞാൻ യൂട്യൂബിൽ അവിടെ കയറിയാണ് ഈ പാട്ട് കേട്ടത്. നല്ല മനോഹരമായ ഒരു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ ഒരു കൂട്ടായ്മയായി എനിക്ക് ഈ ഹൃദയ പ്രൊഡക്ഷനെ ഇപ്പൊ കാണാൻ കഴിയും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മേഖലകളിലുള്ള ആളുകൾ പോലും അവരുടെയൊക്കെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനും പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഇതൊരു മ്യൂസിക്കൽ വീഡിയോ ആൽബമാണ്. വിദ്ര തങ്ക ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യായ ശ്രീ എം ആർ ഗോപകുമാർ, പ്രിയപ്പെട്ട വിദ്ര തങ്കച്ചൻ, സ്വാഗതം ആശംസിച്ച ഇതിന്റെ PR കൂടിയായ പനൂർ റഹീം, പ്രിയപ്പെട്ട ഡോക്ടർ R.R. രാജീവ്, നമ്മുടെ ഹിസ്സായ ആദിത്യ ധർമ്മ തമ്പരൻ വളരുകയാണ്. എന്നേക്കാൾ താമസിച്ച് അദ്ദേഹത്തിന് തറയിൽ വീട്ടിൽ കഴിയും രജീന്ദ്രൻ. അതുകൊണ്ട് നമ്മളിലൊക്കത്തിന്റെ കാര്യങ്ങൾ ഒതുങ്ങട്ടെ എന്നാണ്. ഈ സാരദീപം 2023 അതില് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് അഭിനയിക്കുകയായിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് ടെലിവിഷൻ ചർച്ചകളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒക്കെ ചാനലിലൊക്കെ പങ്കെടുക്കുന്നതാണ്. സത്യത്തിൽ അതാണ് അഭിനയം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ജനങ്ങളെ പറ്റിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന ആയിരുന്നു. പക്ഷേ രജീന്ദ്രന്റെ സാന്നിധ്യം 2023 ഞാൻ സത്യത്തിൽ ജീവിക്കുകയായിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട വിനീതന സാർ, അദ്ദേഹം അവിടെ സത്യത്തിൽ മറ്റൊന്നുകൂടി എനിക്ക് വലിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അത് ഈ ഇവിടെ അതൊന്ന് പ്രദർശിപ്പിക്കണ ഒരു സംവിധാനം കൂടി ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളത്. എല്ലാം തെളിയുന്ന മനുഷ്യരുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു പ്രൗഢഗംഭീരനായ ഒരു തറവാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഒരു പ്രേമവിവാഹത്തിൽപ്പെട്ടു, കുടുംബത്തിൽ നിന്ന് പുറത്താക്കി. നല്ല രീതിയിൽ എന്ന പാട്ടും താളവും ഒക്കെ നിന്ന് ആ തറവാട് പെട്ടെന്ന് അനാഥമായി. എപ്പോഴും പൂക്കളും കുട്ടികളെ പൊട്ടിച്ചിരി നിൽക്കുകയായിരുന്നു അവിടെ. എല്ലാം ചപ്പൻ ചവളം നിറഞ്ഞ അന്തരീക്ഷമായി. തിരുവനന്തപുരം ജനിച്ചു. അമ്മയുടെ കഷ്ടപ്പാടുകളിലൂടെ വളർന്നു. വിഗ്രഹവും ദൈവാധീനവും ഒക്കെ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വേലായുധൻ സാറിനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയാണ്. അനാഥനായിരിക്കുന്ന അല്ലെങ്കിൽ അമ്മയുടെ മാത്രം കൈകളിൽ വളരുന്ന ഒരാൾ ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്ത് എന്നോട്ട് പിഴച്ചു പോകാം. ഇതിപ്പോ ഇതൊക്കെ പറഞ്ഞാലും വീട്ടിൽ പിണക്കമില്ലേ? ഇടയ്ക്ക് വേലായുധൻ സാറിനോട് പിണങ്ങും, എന്നോട് പിണങ്ങും. അപ്പം അങ്ങനെയൊക്കെ പിണങ്ങുമ്പോഴും സാരംഗികയിൽ 2023 പാടി അഭിനയിച്ചത്. അതായത് അന്ന് ചില പാടിയത് ആ പാട്ട് ഈ ആരും പറഞ്ഞതുപോലെ നമ്മൾ യാത്രക്കിടയില് നമ്മള് ടെൻഷൻ അടിക്കും. പകരക്കാരനായിട്ടാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ ഏറെ പ്രിയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന വേലായുധൻ നായർ സാറാണ് ഇവിടെ ഇപ്പോൾ സംസാരിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ വേറൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ ഉള്ളതുകൊണ്ട്
ഞാൻ റഹീമിനെ വെറുതെ ഒന്ന് വിളിച്ചു, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ആ ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊല്ലത്ത് ചെന്നാൽ കിട്ടും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് കൊല്ലത്ത് മാത്രമല്ല പത്മാ കഫയിൽ വന്നാലും കിട്ടും, അങ്ങനെ കിട്ടി നിൽക്കുന്ന ഒരാളാണ്. ഞാനിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ റഹീം എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്, സ്വിച്ച് ഓൺ കർമ്മം ജനം വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരുപാട് മയപ്പെട്ടവരെയും സ്നേഹവൃത്തികളെ ഒരു 4 ദിവസം മുമ്പ് ശ്രീ രജീന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പം ഇതുവരെ വരണമെന്ന് പറയും. എന്താണ് പ്രോഗ്രാം എന്ന് പോലും സത്യം പറയാൻ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു നോട്ടീസും ഈ ചടങ്ങുമൊക്കെ കാണുന്നത്. അതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആളിന്റെ പേര് നോക്കി, സുനില. നേരത്തെ സൂചിപ്പിച്ച പാർച്ചക്ഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഘടോത്കജനാണ്, പക്ഷേ എഴുത്തുകാരനായി പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എഴുത്തുകാരൻ സൗമ്യമായ മനസ്സിന്റെ ഉടമകളാണ് എന്നാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയും വേണ്ട, ആള് കാണുമ്പോൾ തികഞ്ഞ ബോർഡറാണ്. ഒരു നമുക്ക് തോന്നുന്നു എഴുത്തുകാരൻ സൗമ്യനായി പോയി നല്ലവനായി, അങ്ങനെയൊന്നല്ല, പക്കാ പോലീസ്. പക്ഷെ എഴുതും അതിസുന്ദരമായ രീതിയിൽ ഗാനരചന നടത്തുവാനുള്ളൊരു കഴിവ് സുനിലിനുണ്ട്. സുനിൽ നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ പലതും എനിക്ക് ഇങ്ങനെ അയച്ചു തരുമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു വാട്സാപ്പ് റിലേഷൻ കട്ടായി പോയത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ആ പാട്ടുകൾ കിട്ടാത്തത്. ഇപ്പം നമ്പർ ഞാൻ കൊടുക്കും, വീണ്ടും എനിക്ക് അയച്ചു. ഒരുപാട് പാട്ടുകൾ എഴുതാറുണ്ട്, ഇത് കേൾക്കാറുണ്ട്. ഞങ്ങൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് സുനിലിന്റെ കവിതകൾ അല്ലെങ്കിൽ സുനിൽ എഴുതുന്ന ലൈനുകൾ നമ്മൾ മലയാളത്തിന്റെ ഒരു തനിമ നഷ്ടപ്പെടാത്ത മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിസുന്ദരമായ രീതിയിലാണ് സുനിൽ കവിതകൾ എഴുതുന്നത്. ഹണി എന്റെ കൂടെ ഹണി എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. ഹണി നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, നല്ല സുന്ദരമായ രീതിയിൽ കവിത ചൊല്ലുന്ന ഒരാളാണ്. ഇന്നിവിടെ ഒരു സംരംഭത്തിന് കവിതകൾ രചിച്ചത്, അതിന്റെ വരികൾ കുറിച്ചത് സുനിലും സംഗീതം ഹണിയുമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരോടൊപ്പം അല്ലെങ്കിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച അവർക്ക് ഈ ഉന്നതങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത് തികഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് കണ്ടു നിൽക്കുന്നത്. രജീന്ദ്രനെ കുറിച്ച് പറഞ്ഞു, ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷി പറന്നുയർന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശൂന്യതയിൽ നിന്ന് അനന്തമായ ആകാശം വെട്ടിപ്പിടിക്കാൻ സാധിക്കുമെന്ന് സ്വന്തം കർമ്മത്തില്, സ്വന്തം മനസാക്ഷി പ്രവർത്തനം കൊണ്ട് അത് നമ്മളെ തെളിയിക്കുകയും ആ മനസ്സിലുള്ള സങ്കല്പങ്ങള് അത് കർമ്മബദ്ധത്തിൽ എത്തിക്കുന്നതിന് അപാരമായ കഴിവ് കാണിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് രജീന്ദ്രൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, രജീന്ദ്രൻ ഒരു മ്യൂസിക് ആൽബം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ 4 പാട്ട് കൊണ്ടോ നിന്നു പോകുന്ന ഒരു പ്രവാഹമല്ല, അത് ഒരുപാട് ദൂരങ്ങളിൽ പോകാനുണ്ട്. ശ്രീ കല്ലാർ ഗോവനെ പോലെയുള്ള, ശ്രീ ജോസേട്ടനെ പോലെയുള്ള, PRO ആയിട്ട് ശ്രീ സലീമിനെ പോലെയുള്ള റഹീമിനെ പോലെയുള്ള പ്രതിഭാധനന്മാരായിട്ട് ഒരു സംഗമം, അത് രജീന്ദ്രന്റെ ലീഡർഷിപ്പ്, അതിനോടൊപ്പം ശ്രീ ഹബീസിന്റെയും അരുണിനെയും പോലെയുള്ള ആൾക്കാരുടെ ഒരു കവചം, ഒരു സംരക്ഷണം, ഇതിൽ പിറക്കാൻ പോകുന്നത് അഭൂതപൂർവമായ സൃഷ്ടികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. രജീന്ദ്രന്റെ ഈ ഒരു സംരംഭം ചെറിയ ചവിട്ടുപടികൾ മാത്രമാണ്, ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിച്ചേരുമെന്ന 100% ആത്മവിശ്വാസം രജീന്ദ്രനെ കുറിച്ചിട്ട് എനിക്കുണ്ട്. പക്ഷെ രജീന്ദ്രൻ ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ രജീന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ എവിടെയെല്ലാം രജീന്ദ്രനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ അവിടെയെല്ലാം പടവെട്ടി കയറാനുള്ള ഒരു വൈരാഗ്യ ബുദ്ധി, ഒരു മത്സര ബുദ്ധി, അത് എന്നും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് രജീന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഈ വീഡിയോ മ്യൂസിക് ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും പോസ്റ്റർ പ്രകാശനവുമാണ് ഇന്ന് നടന്നത്. ഇത് മലയാള സിനിമ അല്ലെങ്കിൽ ഗാനലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മലയാളികളുടെ മനസ്സിൽ എന്നും ആഴത്തിൽ നിൽക്കുന്ന വരികളാകട്ടെ, ആ ഗാനമാകട്ടെ, അതിന്റെ ചിത്രീകരണമാകട്ടെ, ഇതൊന്നും തന്നെ മലയാള സിനിമ അല്ലെങ്കിൽ മലയാള ആസ്വാദകരുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കട്ടെ. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഈ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി തവണ എൻ്റെ സ്നേഹിതൻ കൂടിയായ രജീന്ദ്രനോടെല്ലാം തന്നെ എനിക്കിവിടെ പറയാൻ കഴിയില്ല. ഞാൻ എഴുതി പിടിപ്പിച്ച കാര്യങ്ങളും കുറേ സെൻസർ ചെയ്തിട്ടാണ് തങ്കച്ച രാജീവ് സാർ, രജീന്ദ്ര സാർ, വേലാത സാർ, വേദിയിൽ സംസ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒരുപാട് പേര് പരിചയക്കാരാണ്. അതുകൊണ്ട് എടുത്തു പറയുന്നില്ല. ഈ ഒരു കൂട്ടായ്മ പ്രധാനമായിട്ടും എന്നെ സംബന്ധിച്ചൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. രജീന്ദ്രനെ സംബന്ധിച്ച് ഹൃദയ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹൃദയമുള്ളവന്റെ പ്രൊഡക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം അവൻ ഒരുപാട് കാര്യങ്ങൾ ചാരിറ്റി വർക്ക് തൊട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ചങ്ക് ബ്രോ ആയിട്ടാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ ഈ രജീന്ദ്രന്റെ പിൻബലമായി നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. വേലായുധ സാറാണ് ആദ്യം തുടക്കത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് അനീസുണ്ട്. അനീസിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അനീസിവിടെ ഉണ്ട്. അനീസിനെ പറഞ്ഞുകൂടാ, നാണക്കാരനായതുകൊണ്ട് പുറത്തൊന്നും വരാറില്ല. പക്ഷെ അനീസ് അത് ആക്സിലറേഷൻ നടത്താറുണ്ട്. അപ്പൊ എന്തായാലും ശരി, ഈ ഒരു ആൽബത്തിലേക്ക് അത് മാത്രമല്ല, എന്റെ സംഗീത ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് ഒരു ഗാനമേള പാടാനൊരു അവസരം എനിക്ക് തന്നത് ഇവിടെ ഒരാളുണ്ട്, മോളി ചേച്ചി, അവിടെ ഇരിപ്പുണ്ട്. എന്റെ നാട്ടുകാരൊക്കെ ഒരുപാട് പേര് ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സന്തോഷം മനസ്സിലുണ്ട്. ഞാൻ നോക്കി കുറുപുഴ ഏരിയയിലുള്ള എല്ലാവരും ഇതിനകത്തുണ്ട് അവിടെ വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ അതും മറക്കാൻ പറ്റാത്ത ഒരാളാണ്. പിന്നെ വിനയ് സാർ എന്നെ പഠിപ്പിച്ചതാണ്. എന്നെ പല വീഴ്ചകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്ന വേലായുധ സാർ ഇവിടെ ഉണ്ട്. പിന്നെ സുനിൽ സാർ, ഞങ്ങൾക്കിടയിൽ പോലീസുകാർക്കിടയിലുള്ള സന്തോഷം എന്ന് പറയുന്ന സംഗീതമൊക്കെ ചെയ്ത് സാറ് വരിയായിരിക്കും. സാറിന്റെ വരി അയച്ചാൽ സാധാരണ ചെറുതായിട്ട് പാടാൻ അറിയാന്നുള്ളവൻ സംഗീതം ചെയ്യും. ആ ഒരു തരത്തിലുള്ള വരികളാണ്. അപ്പൊ അത് ഞാൻ ചെയ്തു വെച്ച സംഗീതം ഞങ്ങൾക്കുള്ള ചെറിയ സന്തോഷത്തെ റജി അതിനെ ഇരട്ടി സന്തോഷമാക്കി തന്നു. ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയുന്നു. പിന്നെ ബാബു ജോസേട്ടൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആളാണ്. ഞാനും റജിയും ചേർന്ന് 2012 ഒരു ആൽബം ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ആദ്യമായി സ്റ്റുഡിയോയിൽ പാടുന്നത് എങ്ങനെയെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ബാബു ജോസേട്ടനാണ് ആദ്യമായിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരുന്നത്. അപ്പൊ അതിനൊക്കെ ധൈര്യം തരികയും ഇപ്രാവശ്യവും ഓരോ പാട്ട് ചെയ്ത് കൊടുത്ത പിന്നെ അത് മാന്ത്രിക സ്പർശമാണ്. അദ്ദേഹത്തിന്റെ ഓർക്കസ്ട്രേഷനിലെ ഒന്നും പേടിക്കാനില്ല. കാര്യം അതിൽ കോറസ് തൊട്ട് സകല കാര്യങ്ങളും അദ്ദേഹം സെറ്റ് ചെയ്യും. എനിക്ക് അതിൽ യാതൊരു ഇതുമില്ല. ഒരു 40% എനിക്ക് ജോലിയുള്ളൂ, ബാക്കിയുള്ളത് ചേട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം നിൽക്കേണ്ട ആൾ തന്നെയാണ്. പിന്നെ ഒരിക്കൽ രജീന്ദ്രൻ സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞാലോ വിളിച്ചാലോ ഒന്നും തന്നെ അദ്ദേഹം വരാറില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു അടുത്തല്ലേ ഒരു ഇന്റർവ്യൂ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾക്ക് മോഹൻലാൽ സാറിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിട്ടുള്ള ആളാണ്. കാണുന്ന ആളും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടല്ല, വേറെ പിടിയിലുമാണ്. അപ്പോ ഞാൻ ഈ ആൽബത്തിലെ സോങ് സംഗീതം ചെയ്തു. അത് സിതാര ഷമാനോടൊപ്പം പാടിയിട്ടുണ്ട്. അപ്പൊ അതിലെ കുറച്ച് 2-3 വരികൾ മാത്രം ഞാൻ പാടാം. തുടക്കത്തിലുള്ള 2-3 വരികൾ പാടി ഓണച്ചിരുതേ തിരുതാളി പൂക്കമ്മലിതാ കാരണം കിളികൾ ചേക്കേറും പൂമരത്തിന്റെ പൂന്തിരില്ല ഓണവീനൊരു ശ്യാമവർണ്ണമയ ചേരൊരു കുഞ്ഞിതാ നീലക്കുരുവി പൂനുള്ള പൂവട്ടിതാ ഓണച്ചിരുതേ തിരുതാളി പൂക്കമ്മലിതാ. ഇതാണ് അതിലെ പൂനിലവമ്പിളി വട്ടത്തിൽ മുറ്റത്തു പൂക്കളമായി വെള്ളിക്കോലെഴുത്തത്തിൽ രാവിലെ തിരക്കാറ്റു വന്നു നറുമഞ്ഞിൻ പക്കൊടുത്താത്തു ചീർക്കണ കുഞ്ഞിപ്പവകളെ പൊന്നിൻ കസവോട് തുന്നിക്കോളുസണിഞ്ഞു പെരി പപ്പടം പൊത്തിപ്പറുക്കൾ മേലെ മാറും മുത്തിച്ചുവപ്പിക്കും ഓണപ്പൂവിളി വായു ചിങ്ങപ്പൂനിലവമ്പിളി വട്ടത്തിൽ മുറ്റത്തു പൂക്കളമായി വെള്ളിക്കോലെടുത്തത്തിന്റെ. ഈ വരികള് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ സംഗീതമുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത്രയ്ക്കും നല്ല വരികളാണ് എഴുതി തരുന്നത്. അപ്പൊ സംസ്ഥാന പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും ശരി, നമ്മുടെ ഈ ചെറിയ സന്തോഷത്തെ ഇരട്ടി സന്തോഷമാണ് പ്രിയപ്പെട്ടവരാണ്. എനിക്ക് രജീന്ദ്രന്റെ വാക്കുകളിലൂടെ അറിയാവുന്ന ഒരുപാട് രാജീവ് സാറിനെയൊക്കെ എപ്പോഴും രജീന്ദ്രൻ പറയാറുണ്ട്. അവരുമായിട്ടൊന്നും നേരിട്ട് ബന്ധമില്ലെങ്കിലും വാക്കുകളിലൂടെ അറിയാവുന്നവരാണ്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കമ്മീഷൻ വ്യക്തിയായ ബഹുമാനിയായ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത
ഞാനേറെ ഇഷ്ടപ്പെടുന്ന ബഹുമാന്യനായ മാസ്റ്റർ. ആ ഗാനത്തിന് ആദ്യമായിട്ട് തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചത് നമ്മുടെ ബോംബെസ് കമാൽ എന്ന നമ്മുടെ മലയാളത്തിലെ വിദഗ്ധരായ ഗായകരെ കൊണ്ട് ധാരാളം ഗാനങ്ങൾ രചിക്കും. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യുന്ന അദ്ദേഹത്തെ എന്തോ ഒരു ഈ പാട്ടുകൾ ഇങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ജീവിതചര്യയാക്കി മാറ്റിയിരിക്കുക. പറ്റത്തില്ല. പക്ഷേ എന്നെ പറ്റി പറഞ്ഞാലും ഞാൻ ആർട്ടിസ്റ്റ് പ്രൊഫസറാണ്. ആർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും റെജിയിൽ തന്നെ നമ്പറുമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എപ്പോഴും എന്താവശ്യത്തിനും എന്നെ വിളിക്കാം. പിന്നെ ഇവിടെ എല്ലാം സ്വീകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നടത്തുന്നു. നന്ദി. നമ്മുടെ ബാനറിന്റെ തന്നെ ഒരു ഫോട്ടോയാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മുടെ ക്യാമറ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നേ ദിവസം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും ഉണ്ടാകും. സെന്ററിൽ ഗ്യാപ്പ് സാറേ ബാക്കിൽ വരാം സാർ. ശരി സാർ, കിട്ടത്തില്ല. സൈഡിൽ നിന്ന് രണ്ട് ഫോട്ടോ കാണട്ടെ. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് നോക്കാം. താങ്ക് യു സാർ. ചടങ്ങിന്റെ അധ്യക്ഷൻ മാത്രമല്ല, നിഷ്കളങ്കത എന്ന് പറയും. സുഹൃത്താണെങ്കിലും കൊണ്ടുള്ള ബന്ധമാണ്. പക്ഷെ ഇതുവരെ ഗോവൻചേട്ടൻ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതൊക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ എന്നാലും എന്റെ സുഹൃത്തും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു അവസരമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതെന്ന്. അദ്ദേഹത്തിന് രണ്ടുപേർക്കും നന്ദി, സ്നേഹം. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് ഈ പച്ച ഷർട്ട് പുതിയ വേദികളിലൊക്കെ പോയി അങ്ങനെ സംസാരിച്ചൊന്നും ശീലമില്ല. അപ്പോഴെന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ വീണ്ടും ചേർന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്തായാലും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സിനിമയിലൊക്കെ വർഷങ്ങളോളം നമ്മളോടൊപ്പം കണ്ട് നല്ല ഭാവങ്ങളിലൂടെയൊക്കെ നമ്മളെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മനസ്സിനെ കുളിര് അണിയിപ്പിച്ചു കടന്നുപോയ നമ്മുടെ പ്രിയങ്കരനായ ഗോവമൻ സാർ. അപ്പം അദ്ദേഹത്തിന് ഞാൻ എന്റെയും ഹൃദയ പ്രൊഡക്ഷൻസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത്, എന്റെ സുഹൃത്താണ്. കക്ഷി ഞാനോട് എറണാകുളത്ത് വെച്ചുള്ളൊരു ബന്ധുവാണ്. എറണാകുളത്ത് വെച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെട്ട ആളാണ് തങ്കച്ചൻ ചേട്ടൻ.
പക്ഷേ ഞങ്ങൾ വാട്സാപ്പ് വഴിയൊക്കെ മെസ്സേജ് ഇടാറുണ്ട്, എപ്പോഴും സ്റ്റാറ്റസിലൊക്കെ കാണാറുണ്ട്, ഭയങ്കര സൗഹൃദമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ന് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. പുള്ളി ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്തു, രുചി പരിപാടിക്ക് ഞാൻ വരും, ഞാൻ ആ ഷൂട്ടിന് ടൈം അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഇന്നത്തെ പരിപാടി അടുത്ത ദിവസത്തേക്ക് എന്താ മാറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പുള്ളി നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒപ്പം തന്നെ നന്ദിയും രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സുനിൽ സാറാണ്. സുനിൽ സാർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ സുനിൽ അണ്ണാന്നൊക്കെ വിളിക്കും. കാര്യം നമ്മുടെ ഒരു സൗഹൃദത്തിന്റെ ആ ഒരു സ്നേഹമുണ്ട്. സാർ എന്നുള്ള വാദനേക്കാൾ കുറച്ചുകൂടെ ഒരു ആത്മാർത്ഥമുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത സമയത്ത് യാത്രയൊക്കെ പോയിരുന്നു. ഇപ്പം വാഗമണൊക്കെ ഒന്ന് പോയിരുന്നു. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സംസാരിക്കുകയും, പിന്നെ നമ്മുടെ യാത്രകളിലൊക്കെ ഏറ്റവും കൂടുതൽ പാട്ടുകളാണ് ഏറ്റവും വലിയ സംഭവമായി നിൽക്കുന്നത്. അപ്പൊ സുനിൽ സാറിന്റെ വരികൾ എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല പാട്ടെന്ന് തോന്നിയതാണ് സുനിൽ സാറിന്റെ വരികൾ. സുനിൽ സാറിന്റെ എല്ലാ പാട്ടുകളും, ഈ പാട്ടുകൾ മാത്രമല്ല ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന പാട്ടുകൾ, നമ്മൾ കേൾക്കാനിരിക്കുന്ന പാട്ടുകൾ പോലും ഏറ്റവും നല്ല ഭംഗിയായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗൃഹാതൃത്വം നിറഞ്ഞ പാട്ടുകളാണ്. അദ്ദേഹം ഈ ഹൃദയ പ്രൊഡക്ഷൻസിലേക്ക് വന്ന് ആ പാട്ടുകൾ എഴുതി നമുക്ക് വേണ്ടി എല്ലാ സാഹചര്യവും ഒരുക്കി തന്നതിനും മറ്റ് ഷൂട്ടിങ്ങിനായിട്ടുള്ള കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് ചെറിയ വന്നിട്ട് വലിയ വലിയ സഹായങ്ങൾ ചെയ്തെന്ന് സുനിൽ സാറിനെ എന്റെ ഹാർദമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തായി ഇവിടെ എത്തിയ രാജീവ് സാർ എന്ന് പറയുമ്പോൾ എന്റെ ഭയങ്കര സുഹൃത്താണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അദ്ദേഹം ഡോക്ടർ ആർ രാജീവ് സാർ, അദ്ദേഹം ഐബോസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം ഞാനിവിടെ പറയാൻ വാക്കുകൾ ഒരുപാടുണ്ട്. നമ്മുടെ ഏതൊരു അവസ്ഥയിലും സ്റ്റാറ്റസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി നമ്മളെ ഫോൺ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. എന്ത് നിൽക്കണം നിനക്ക്, നിന്റെ സ്റ്റാറ്റസിന് ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തൊരു പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ വിളിച്ച്, ഞാനും രാത്രി 11 മണിക്ക് ശേഷം വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരാളാണ് നമ്മുടെ രാജീവേട്ടന് എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വക്കേറ്റ് അരുൺ, അദ്ദേഹം ഞാൻ അഡ്വക്കേറ്റ് എന്നാണ് വിളിക്കാറ്, ചിലപ്പോൾ അണ്ണാന്നൊക്കെ വിളിക്കും. എന്റെ വീടിന് തൊട്ടടുത്താണ്. മാത്രമല്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതൊരു പരിപാടിയിലും ഏതൊരു കാര്യത്തിലും നോ എന്നൊരു വാക്ക് പറയാത്ത ഒരു വ്യക്തിയാണ്. എന്തുണ്ടെങ്കിലും അത് മാത്രമല്ല എന്റെ ചെറിയ കേസ് പരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനാ ഏത് പാതിരാത്രിയിൽ ഏത് കാര്യത്തിനും വിളിച്ചാൽ കിട്ടുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് അരുൺ. അദ്ദേഹം ഈ പരിപാടിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് വിളിച്ച് പറഞ്ഞത്. ഞാൻ നോട്ടീസിൽ പേരൊക്കെ നേരത്തെ വെച്ച് നാളെ ഈ പരിപാടിക്ക് വരണമെന്ന് പറയും. പിന്നെന്ത് ഓക്കെ എന്ന് പറഞ്ഞ് എന്നെ ക്ഷണം സ്വീകരിച്ചെത്തിയ അരുൺ അദ്ദേഹത്തിന് എന്റെ ആർദ്രമായ നന്ദി. പിന്നെ പറയാനുള്ള ഒരാളാണ് നമ്മൾ താമസിച്ചു വന്നത്. അപ്പൊ എന്നെ പറയുകയും ചെയ്ത് താമസിച്ചു വന്നുകൊണ്ട് പിടിച്ച് പുറത്തിരുത്തി എന്നാണ് പറയുന്നത്. സത്യത്തില് പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു കസേര ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ച് കുറവായി പോയി. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, ക്ഷമിക്കണം. അത് കളിയാക്കിയതല്ല, ക്ഷമിക്കണം. സീരിയസ് ആയി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഇനിയിപ്പോ തമ്പുരാൻ വരാനൊക്കെ തറയിരുത്തേണ്ടി വരുന്നു, പറയാൻ രുചി അതും ചെയ്തുകളായിരുന്നു അങ്ങനെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. തീർച്ചയായും വേദിയിൽ തന്നെ ഇരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വേദിയിൽ അതിനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അതെ, ആണാണ്. എന്നാലും ഞാൻ പോലും പുറത്തിരുന്നു. പക്ഷെ എന്തൊക്കെയായിരുന്നാലും അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി എന്തൊരു ചെറിയ സാങ്കേതിക പ്രശ്നമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി അത് കഴിഞ്ഞാണ് വന്നത്. പക്ഷെ എന്നാലും അതിനിടയിൽ നിന്ന് ഈ ഒരു പരിപാടിയിലേക്ക് വരാൻ ഒരു മനസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിന് എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വേലായൻ സാറ്, ഈ പറഞ്ഞതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ള ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞില്ല, ഇവരൊക്കെ ഈ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ട്. അദ്ദേഹം ശരിക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ റജി എന്റെ മോനെന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞാൽ ചില നമ്മൾ ഒരുപാട് സ്നേഹം കൂടുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ തോന്നും. അത് സ്വാഭാവികം. പക്ഷെ അദ്ദേഹമായിട്ട് എനിക്ക് പിണക്കൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ഇന്നത് വരെ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അത് സ്വാധീനിച്ചു എന്ന് പറയുക മാത്രമല്ല, എന്റെ ഈ വിജയത്തിന്റെ പിന്നിലുള്ള ഒരു വലിയൊരു വ്യക്തി കൂടിയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു. മാറിയതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം ഒരുക്കി തന്നതും എവിടെയും ചേർത്ത് പിടിച്ചതും, ഏതൊരു സാഹചര്യത്തിലും നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും എല്ലാ സാഹചര്യങ്ങളിലും എന്നെ ചേർത്ത് പിടിച്ച ഒരേ ഒരു വ്യക്തി അദ്ദേഹം ശ്രീ വേലായുധൻ സാറല്ല. എന്റെ ചേട്ടനാണോ അച്ഛനാണോ ഇനി എന്റെ സഹോദരനാണോ ഒന്നും പറയാനില്ല, വാക്കുകളില്ല. വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയൊരു മനുഷ്യൻ,
വലിയൊരു മനസ്സുള്ളൊരു വ്യക്തി. കാര്യം അദ്ദേഹം ഞാൻ ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആഹാരം കുറച്ചേ കൊണ്ടുവരുള്ളൂ, കുറച്ചേ കാണുള്ളൂ. പക്ഷെ എന്നാലും ഇല്ലടാ നീ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തി. അതൊന്നും മനസ്സിൽ മറന്നു കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഞാനെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന സ്ഥിതിയിൽ അദ്ദേഹത്തിനെ പറയാനായിട്ട് ഒരുപാട് വാക്കുകളുണ്ട്. എന്നാലും ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്റെ സ്നേഹം നിറഞ്ഞ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സ്നേഹം നിറഞ്ഞ ശ്രീ വേലായുധൻ സാറിന് എന്റെ പിന്നെ നമ്മുടെ വിനേന്ദ്രൻ സാറ് നമ്മുടെ എല്ലാ സുഹൃത്താണ്. അദ്ദേഹം ഏതൊരു ആവശ്യത്തിന് ഏതൊരു കാര്യത്തിന് എപ്പോൾ വേണമെങ്കിലും വിളിച്ചിട്ട് മോനെ എന്നുള്ളൊരു വിളിയായിരുന്നു. മോനെ എന്താ വേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും കൂടെ ഉണ്ടായിരുന്ന ഈ നിമിഷം വരെയും കൂടെ ഉള്ളതും ഇനി അങ്ങോട്ട് നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കുള്ള എന്റെ പ്രിയപ്പെട്ട വിനേന്ദ്രൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഷാജഹാൻ സാർ ഈ പറയുന്നത് 2 ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ ആ പരിചയത്തിലാണെങ്കിൽ ഇന്നലെ രാത്രി 1 മണി വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പൊ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മുടെ ഗോവൻ സാറിനെ വിളിക്കുന്നതിന് വേണ്ടി എല്ലാ കാര്യത്തിനും എല്ലാം ആക്റ്റീവായിട്ട് നിന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഞാൻ എന്റെ പേരിൽ ഹൃദയ പ്രൊഡക്ഷൻസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ശ്രീ രാജൻ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ അടുത്ത ദിവസം ഒന്ന് യാത്രയൊക്കെ പോയിട്ട് വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉള്ളൊരു നല്ലൊരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെയും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവർത്തിക്കുകയും പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ. പിന്നെ RCCയിൽ അദ്ദേഹത്തിന്റെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അദ്ദേഹം വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയാണ് മുടക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ കാര്യം ചെയ്യാതെ അതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി RCCയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കുന്ന ഒരു വലിയ മനസ്സുള്ള ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ പറയാനുള്ളത് നമ്മുടെ മണിസാറാണ്. അത് നന്ദിയെല്ലാം വാക്കിലൊന്നും പറഞ്ഞാൽ തീർന്നില്ല. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം ഉണ്ട്. ഏതൊരു കാര്യം എടുത്തിരുന്നാലും നിസ്സാരമില്ലാത്തൊരു കാര്യമില്ല. എപ്പോഴും കൂടെ ഉണ്ടോ സാറേ. എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ വിളിച്ച് ചോദിക്കാൻ ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഈ ഹൃദയ പ്രൊഡക്ഷൻസിന്റെ എല്ലാ കാര്യങ്ങളും 100% കൂടെ നിന്ന് എന്നോടൊപ്പം ഒരു സഹോദരനെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൽ നന്ദി പറയാനുള്ള ഒരു നമ്മുടെ റഹീം അണ്ണാണ്. ഞാനോട്ട് കേരള കൗമുദിയിലുള്ള പരിചയം ആ കാലം മുതലേ ഉള്ളതാണ്. ഏതാണ്ട് ഞാനൊരു 10-20 വർഷത്തെ പരിചയമുണ്ട്. 20 പുറത്തൊന്നും പരിചയമുണ്ട്. പക്ഷെ റഹീം ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയുള്ള ഏതൊരു കാര്യം എന്റെ എല്ലാ വർക്കിലും PRO വർക്ക് ചെയ്തിട്ടുള്ള റഹീമേട്ടാണ്. പക്ഷെ എന്റെ വർക്കിൽ PRO വർക്ക് ചെയ്തു എന്ന് മാത്രമല്ല അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ്, ഒരു സഹോദരനെ പോലെയാണ്. ഒപ്പം എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുവാനും സംസാരിക്കാനും പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ഈ നിമിഷം വരെ നമ്മുടെ എല്ലാ കാര്യത്തിനും സജീവമായി പ്രവർത്തിച്ച എന്റെ പ്രിയ സഹോദരന് റഹീമേട്ടന് ഞാൻ നന്ദി. പിന്നെ ഇതിലെ നമ്മുടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കസ്ട്ര ചെയ്തിരിക്കുന്ന നമ്മുടെ ബാബു ജോസഫാണ്. ഞാൻ പറഞ്ഞു ജോസഫ് 2 വാക്കൊന്ന് സംസാരിക്കണം പറഞ്ഞില്ല. സുഖമില്ല, ഞാനിവിടെ ഇരുന്നോളാം, സംസാരമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വെക്കുന്നത് ജോസഫാണ്. നമ്മുടെ ഈ പാട്ടിനെല്ലാം ഭയങ്കര ഭംഗിയാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിന്റെ ഓർക്കസ്ട്ര എന്റെ ഒരു അറിവിലുള്ള ഏതാണ്ട് 200ഓളം സിനിമകൾക്ക് അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു 10-500ഓളം സിനിമകൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സീനിയർ കലാകാരനാണ്. ഞാൻ കണ്ടതിൽ വെച്ച് വലിയൊരു സീനിയർ കലാകാരനാണ്. 35-38 വർഷത്തോളമായി ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഏതൊരു ആവശ്യമായിട്ട് ജോസഫിന്റെ മുമ്പിൽ പോയിരുന്നാലോ അദ്ദേഹം ഒന്ന് നോ എന്നൊരു വാക്കില്ല. എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്ന് സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാതെ എന്നോടൊപ്പം നിർത്തി ഞാനുണ്ട് നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ജോസഫിനെ. പിന്നെ നമ്മുടെ ഗോവൻ ചേട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇതിൽ പേരിട്ടത് ഗോവൻ ചേട്ടനാണ്. അപ്പൊ ഗോവൻ ചേട്ടൻ പേരിട്ടെങ്കിലും എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നിന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മളോടൊപ്പം വന്നിരിക്കുന്ന നമ്മുടെ ഷാജിയേട്ടൻ, ഇവിടെ എല്ലാ സഹകരണത്തിനും വേണ്ടി നിൽക്കുന്ന ഷാജിയേട്ടൻ. പിന്നെ എന്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവരിവിടുത്തുകാരല്ല, ആസാമാരുണ്ട്. അവർ 6-7 വർഷമായിട്ട് നമ്മളോടുണ്ട്. 6-7 വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട്. അപ്പോ അവര് നന്നായിട്ട് മലയാളം പറയില്ല, നന്നായിട്ട് മലയാളം പറയും, നല്ല ആളുകൾ. അപ്പൊ എല്ലാ സഹകരണത്തിലും ഇതുവരെയുള്ള എല്ലാ ഷൂട്ടിങ്ങിനും എല്ലാ കാര്യത്തിലും എല്ലാ സഹകരണം ചെയ്യുന്ന എന്റെ 3 മിത്രങ്ങളാണ്. അവർക്കൊണ്ട് നന്ദി രേഖപ്പെടുത്താം. ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്താം. പിന്നെ ഇതിൽ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.
പക്ഷേ ഞാൻ അവസാനമായിട്ട് ഒരാൾക്ക് ഞാൻ നന്ദി പറയും. അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ സുഹൃത്തെന്ന് മാത്രമല്ല ശ്രീ അനീസേട്ടനാണ്. അനീസേട്ടൻ അമ്പാനെ എന്ന് ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ അനീസേട്ടൻ ഇവിടെ വന്നിട്ട് എല്ലാത്തിലും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ മനസ്സായിട്ടും ആളായിട്ടും സാമ്പത്തികമായിട്ടായിരുന്നാലും ഇനി അല്ലാതെ ആയിരുന്നാലും ഇനി ഏതൊക്കെ രീതിയിലായിരുന്നാലും എന്റെ തെറ്റുകളാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും, ശരിയെന്നുണ്ടെങ്കിൽ ശരിയെന്ന് തന്നെ പറയും. അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു ചങ്ക് ബ്രോയാണ് നമ്മുടെ അനീസേട്ടൻ. പിന്നെ അനീസേട്ടൻ എന്ന് പറയുമ്പോൾ എന്റെ സഹോദരനാണ്, അതുപോലെ സഹോദരന് തുല്യമാണ്, സഹോദരൻ തന്നെയാണ് അദ്ദേഹം. പിന്നെ എന്റെ പറയാനായിട്ടുള്ളത് ആ അവസരത്തിൽ ഞാൻ പറയാൻ വാക്കുകളില്ല, വാക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരു നന്ദി ഞാൻ അദ്ദേഹത്തിന് നേരുന്നു. ക്ഷണം സ്വീകരിച്ചിട്ട് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും എന്നെ അറിയാൻ പരിചയമുണ്ട്. എന്നാൽ തന്നെ ഇത്രയും നേരം എനിക്ക് തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് സംസാരിക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഹാർദവമായ നന്ദി. വിശേഷിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട നിശ്ചയവന്തിലേക്ക് മാവേലിക്കൽ നിന്നെത്തി കുടുംബസമേതം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസിൽ പറഞ്ഞുള്ളതിൽ ഏറ്റവും സുന്ദരമായ നന്ദി പറച്ചിലായി നിന്ന് തേനൊലിച്ചിറങ്ങിയതാണ്. ഒരുപാട് സന്തോഷം. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരും സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനം